കോരിച്ചൊരിയുന്ന മഴയ്ക്കിടയിലും സിഇഒയുടെ സംസ്ഥാന സമ്മേളനത്തിനും മെഗാ എക്സിബിഷനും തിരശ്ശീല വീണിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസവും വലിയ വിഷ്വൽസ് തന്നെയായിരുന്നു നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ വിഷ്വൽസ്, അതോടൊപ്പം തന്നെ മ്യൂസിക് ബാൻഡ്, എൻ്റർടൈൻമെൻറ്റ് ഷോകൾ, അങ്ങനെ സമ്പുഷ്ടമായിരുന്നു കഴിഞ്ഞ 48 മണിക്കൂറുകൾ. ഇപ്പോൾ സമയം ഏകദേശം 9:30 അടുക്കുകയാണ്. എല്ലാ പ്രോഗ്രാമുകളും ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു. ഈ 2 ദിവസവും മീഡിയ പ്രൊഡക്ഷൻ ജോലികൾ നിർവഹിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മീഡിയ പ്രൊഡക്ഷൻ ഹൗസായ ഐക്യൂബ്സ് ആയിരുന്നു. ഐക്യൂബ്സിൻ്റെ അണിയറ പ്രവർത്തകരെ ഒന്ന് കാണുക, അതാണ് നമ്മുടെ ഇനിയുള്ള ഒരു ലക്ഷ്യം. അപ്പം ഈ വൈൻഡപ്പിന് മുമ്പ് ഓരോരുത്തരെ ഒന്ന് പരിചയപ്പെടണം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ആദ്യം തന്നെ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ്, എഡിറ്ററുണ്ട്, അവരെയൊക്കെ ഒന്ന്. മാത്രമല്ല എഡിറ്റർ നമ്മുടെ ഐക്യൂബ്സിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം എഡിറ്ററായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്, നൗഫൽ ഷാകരി. അദ്ദേഹത്തോട് എല്ലാം പാക്കപ്പ് ചെയ്തിരിക്കുകയെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ 2 ദിവസത്തെ എക്സ്പീരിയൻസ്? കുറേ നാൾക്ക് ശേഷം അടുത്തൊരു എക്സ്പോർട്ട് അനുഭവം നല്ലതായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കുറേ സാധനങ്ങളില്ലേ, നമ്മൾ എന്താ പറയുന്നത്, വലുതായിട്ട് കാണുന്ന കുറേ JCBകൾ ഒരുമിച്ച് കാണാൻ പറ്റി, അതിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. JCB എന്നല്ല ഇതിൻ്റെ പേരെന്നുള്ള കാര്യം തന്നെ ആദ്യം അറിയാൻ പറ്റി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, എല്ലാം പാക്ക് ചെയ്ത് വെച്ചു, ഇത് തീരണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അടുത്ത എക്സ്പോയിൽ കാണാം. ഇനി അടുത്തായിട്ട് നമ്മുടെ പൊടിയണ്ണൻ, എന്താണ് പറയാനുള്ളത്? എന്ത് പറയാന്ന് വെച്ചാൽ മികച്ചതായിരുന്നു, നല്ല എല്ലാം കൊണ്ടും നല്ലൊരു ദൃശ്യ വിരുന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇനി നമ്മളോടൊപ്പം നമ്മുടെ കോർഡിനേറ്റർ ഷബീർ ചാക്കോ, എന്താണ് പറയാനുള്ളത്? നല്ല മികച്ച എക്സ്പോ ആയിരുന്നു, അടിപൊളിയായിരുന്നു. 2 ദിവസം കൂടെ അടിച്ചു പൊളിച്ച്. ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ സുനിലാണ്. നമ്മുടെ ഈ LED വാളൊക്കെ ഇവിടെ പ്ലേ ചെയ്ത് തകർത്ത് തിമിർത്ത് നിന്ന് എന്തൊക്കെയുണ്ട് പറയാൻ? സുഖം. പിന്നെ ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം അടിപൊളിയായിരുന്നു. കണ്ടപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, നമ്മൾ പൊളിച്ച്. ഓക്കെ, വലിയ പൊളിയായിരുന്നു, നല്ലോണം പൊളിച്ച്. ഇനി നമ്മൾ ഈ ചെയ്തു വെക്കുന്ന സാധനമൊക്കെ ഈ നാട്ടുകാരെ കാണിക്കണമല്ലോ. ഇപ്പം ഇതിൻ്റെ പ്രമോ ആയാലും അല്ലെങ്കിൽ എപ്പിസോഡായാലൊക്കെ ഇവിടുത്തെ വലിയ LED വാളൊക്കെ എല്ലാവരും എന്നും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ സംപ്രേഷണം ചെയ്തിരുന്നത് നമ്മുടെ കൂട്ടത്തിലെ കൃഷ്ണകുമാർ, നമ്മുടെ സൊസൈറ്റിയിലെ ബോർഡ് മെമ്പറാണ് അദ്ദേഹം. എന്താണ് പറയാനുള്ളത്? നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഇനി ഇതേപോലെ പ്രോഗ്രാം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. അതെ, അദ്ദേഹത്തിന് പറയാനുള്ള ഇനി ഇതേയുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവട്ടെ. അതായത് അടുത്ത വർക്ക് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് അത് പറഞ്ഞത്. ഇനി വേറെ കുറേ ടീമുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ഇതിൻ്റെ ഈ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്, അത് ഫോട്ടോഗ്രാഫർ, 2 വീഡിയോഗ്രാഫറുമാണ്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഹരിയാണ് അതിനകത്ത് ഒരു മെയിൻ ഐറ്റം. അത് നമുക്ക് ലാസ്റ്റ് അദ്ദേഹത്തിലേക്ക് വരാം. ഇനി നമ്മുടെ ഇതിൻ്റെ സീനിയർ ക്യാമറാമാൻ മുഹമ്മദ് റാഫി, അദ്ദേഹത്തിലേക്കൊന്ന് വരാം. റാഫി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ 2 ദിവസം? ശരിക്കും പറഞ്ഞാൽ എക്സ്പോ നമ്മൾ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ കരിയറിലെ 3ാമത്തെ എക്സ്പോയാണ്. വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ സ്വന്തം നാട്ടുകാരൻ തന്നെയാണ് ഇപ്പം സിഇഒയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ളത്, ജിജി അച്ചാനോടുള്ള നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു. കുറച്ച് ടഫായിരുന്നു പണ്ട് സ്റ്റാളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് നല്ല ശീലമോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ മെഷീനറിയുടെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഒരു അമ്പരപ്പുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു, നീറ്റായിരുന്നു. പിന്നെ മഴ 2 ദിവസമായിട്ട് തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ എക്സ്പോ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി. നമുക്കൊന്നുപോലും ദൈവം സഹായിച്ചിട്ട് മിസ്സായി പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. പറഞ്ഞു ഒരുപാട് പോകും, കാരണം സമയം ഇത് കുറച്ചേ ഉള്ളൂ. ഇനിയുള്ളത് നമ്മുടെ ഈ ആകാശ ദൃശ്യങ്ങൾ, അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാം. അതായത് ഈ ആകാശത്ത് നിന്ന് ഈ ഡ്രോൺ ഏരിയൽ വ്യൂ അത് പകർത്തി ഈ നാട്ടുകാരിലേക്ക് എത്തിക്കുന്ന വെച്ചാൽ ഒരു ഇച്ചിരി ശ്രമകരമായ പരിപാടിയാണ്. അപ്പോൾ അതിന് നിമേഷ് നമ്മുടെ സൊസൈറ്റിയിൽ അംഗമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ 2 ദിവസം? 2 ദിവസം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചാൻസ് തന്ന ഐക്യൂബ്സിനോടും, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് ഇതിനു മുമ്പ് നമ്മൾ എറണാകുളത്ത് ഒരു എക്സ്പോ എടുത്തിരുന്നു, അതും നല്ല രീതിയിൽ പോയി. ഇവിടെയും ഇത്രയും നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കൂട്ടത്തിൽ ഇന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി എക്സ്പോയിൽ ബാക്കിയുള്ളവരെല്ലാം നിരവധി ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പം ഇന്ന് ആദ്യമായിട്ട് വന്ന ഒരാളാണ് അമൽ. നമ്മുടെ ഫോട്ടോഗ്രാഫറായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അദ്ദേഹം ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നതെന്ന് തോന്നുന്നത്. നേരത്തെ കല്യാണ വർക്കൊക്കെ ചെയ്തിരുന്ന അമലെ, എവിടെയാണ് നാടൊക്കെ? വെട്ടിക്കോല. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനൊരു പ്രോഗ്രാമിന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മാറി, എല്ലാം ക്ലിയറായി, ഓക്കെ ആയി. അടിപൊളി പ്രോഗ്രാമായിരുന്നു, നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇനി ഈ ടീമിനോടൊപ്പം ഉണ്ടാവും? പിന്നെ കൂടെ കാണും, ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരാളുണ്ട്, ദീപു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുണ്ടാവുമായിരിക്കുമല്ലോ.
എക്സ്പോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു നല്ല അനുഭവമായിരുന്നു എക്സ്പോ ചെയ്തതിൽ. ഇനിയും ഇതേ കണക്കുള്ള സംരംഭങ്ങളിൽ ഞാൻ മുമ്പന്തിയിൽ തന്നെ ഉണ്ടാവും. അത് തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഈ ക്യാമറ ഇപ്പോൾ അവർ ക്യാമറ കൈമാറി കേട്ടോ. കാരണം ഹരിയെ നമുക്ക് ഈ ഫ്രെയിമിൽ കാണിക്കണം എന്നുള്ളതുകൊണ്ട് അവൻ്റെ ആശാൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് ഇനി ഹരി എടുത്തെന്ന് കാര്യം. ഹരിൻ്റെ ഇടയ്ക്ക് ആങ്കറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആങ്കറിങ് ഉണ്ടായിരുന്നു അല്ലയോ ഹരി? ഇപ്പം കുറേ വർക്കുകൾ ഇപ്പം നമ്മുടെ ഐക്യൂബ്സിനോടൊപ്പം നിന്നിട്ടുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് ഈ പറയുന്ന JCB ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ TV-യിലും അല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്. വന്ന് നേരിട്ട് കണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? JCB എന്ന് പറയുമ്പോൾ കുഞ്ഞുനാൾ തൊട്ടേ നമുക്കൊരു ആരാധനയുള്ള സാധനമാണ്. പക്ഷേ ഇവിടെ ആകെ അറിയാവുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് JCB എന്നുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് JCB എന്നുള്ളൊരു ബ്രാൻഡ് മാത്രമല്ല അതുപോലുള്ള ഒരുപാടധികം ബ്രാൻഡുകൾ, ഒരുപാടധികം മെഷീനറികൾ ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റി. പിന്നെ ഇതിൻ്റെയൊക്കെ പേര് റാഫിക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാൻ പറ്റി. പിന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്ത്. അപ്പോൾ ഇനി എങ്ങനെ അടുത്ത വർക്കിന് എവിടെ? അടുത്ത വർക്കിന് ഐക്കോപ്സിനോടൊപ്പം ഉണ്ടാവുമല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പം എനിക്കിനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയണമല്ലോ. മാത്രമല്ല മറന്നുപോയ ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂടെ ഇന്നലെ ഒരു ആങ്കർ ഉണ്ടായിരുന്നു. അതായത് പുതിയൊരു ആങ്കറാണ് നമ്മുടെ ഈ ഐക്യൂബ്സ് കുടുംബത്തിലേക്ക് വന്നത്. അത് തൃശ്ശൂർ സ്വദേശിനിയാണ്, സജിന എന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവർ ഇന്നലെ ഒരു ദിവസം മാത്രമാണ് ഇവരുണ്ടായിരുന്നത്. അവർക്കും ഈ ഒരു നമ്മുടെ ഈ 2 ദിവസം എക്സ്പോയിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സാങ്കേതിക വിദ്യയുടെ പേരുകൾ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയുന്നില്ല. പക്ഷേ ഈ 2 ദിവസം ഈ സ്റ്റാളിനകത്തുള്ള ഓരോ സ്റ്റോറികളൊക്കെ എടുത്ത് ചെയ്തപ്പോൾ അതൊരു ജേർണലിസത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ആ സ്റ്റോറികളൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അത്യാവശ്യം അങ്ങനെയാണ് ഈ 2 ദിവസം സ്റ്റോറികളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ JCB-യിലൊക്കെ കയറണമെന്നുള്ളത്. അതെല്ലാം സാധിച്ചു ഈ 2 ദിവസം കൊണ്ട്. അപ്പോൾ ഇനി മറ്റൊരു എക്സ്പോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. മാത്രമല്ല ഈ എക്സ്പോയുടെ വിശേഷങ്ങൾ വ്യത്യസ്തമാർന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുവാൻ കഴിയും. മാത്രമല്ല ഇനി നമ്മുടെ ഈ LED വാള് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മീഡിയ റൂമിനകത്ത് തന്നെയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഇതാണ് നമ്മുടെ LED വാള്. ഇവിടെ സെറ്റ് ചെയ്തിരുന്ന LED വാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ 60 സ്ക്വയർ ഫീറ്റിൻ്റെ LED വാളായിരുന്നു. ഈ 2 ദിവസവും നമ്മൾ ഫുൾ ടൈം, അതായത് ഇവിടുത്തെ എക്സ്പോ എത്ര സമയമുണ്ടോ, രാവിലെ 9 മണിക്ക് ആരംഭിക്കും, വൈകുന്നേരം 9-10 മണിയോട് കൂടിയാണ് അവസാനിക്കുന്നത്. ഈ സമയങ്ങളിലെല്ലാം തന്നെ ഈ LED വാള് മുഴുവൻ സമയം പ്രവർത്തിച്ചിരുന്നു. ഇവിടെയുള്ള സ്റ്റാളുകളുടെ എല്ലാം വീഡിയോ പ്രൊമോ എല്ലാം ഞങ്ങൾ ഇതിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു. ആ LED വാളാണ് മീഡിയ റൂമായിട്ട് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിരുന്നു. മീഡിയ റൂം എന്ന് പറഞ്ഞാൽ ഐക്യൂബ്സിൻ്റെ ഓഫീസിലുള്ള ആ സ്കൂട്ടറും ആ എഡിറ്ററുടെ സ്കൂട്ടറും അതേപോലെ തന്നെ സെക്രട്ടറിയുടെ പിക്കപ്പും എല്ലാം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓഫീസ് ഇവിടെ സെറ്റ് ചെയ്തത്. അത് എല്ലായിടത്തും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എവിടെ മീഡിയ പ്രൊഡക്ഷൻ ഉണ്ടോ അവിടെ മീഡിയ റൂം വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തത്. ഇനി മറ്റൊരു എക്സ്പോയും അല്ലെങ്കിൽ മറ്റു വിശേഷങ്ങളുമായി വേറൊരു സ്ഥലത്ത് വെച്ച് കാണാം. നന്ദി, നമസ്കാരം.